ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു പപ്പായ തോരൻ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പച്ച പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഉള്ളിലുള്ള സീഡെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. അതുപോലെ ആ വെള്ള നിറത്തിൽ നാര് പോലെ കാണുന്നതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചോ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് മാറ്റാം. അതിരുന്ന് കഴിഞ്ഞാൽ തോരനൊരു കയ്പ്പ് ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു പപ്പായയിൽ ചെറുതായിട്ട് കറയുണ്ടാവും, അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പീലർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പപ്പായയുടെ തൊലി നന്നായിട്ട് പീൽ ചെയ്ത് മാറ്റാം. ഒട്ടും ആ ഒരു ഗ്രീൻ പാർട്ട് വരാൻ പാടില്ല. ഇപ്പോൾ എല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫൈനലി ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രേറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫൈനലി ചോപ്പ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചിരകി എടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു പച്ച പപ്പായ ചിരകിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി പപ്പായ ഞാനിവിടെ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളിശ്ശേരിയുടെ റെസിപ്പി ഞാൻ മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് പച്ച പപ്പായ തോരൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തോരന് നല്ല ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉഴുന്ന് നന്നായിട്ടൊരു ചുവന്ന നിറം വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ച പപ്പായ ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ച പപ്പായയ്ക്ക് അധികം വേവില്ല, ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട തേങ്ങാക്കൂട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകരുത്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പപ്പായ നന്നായിട്ട് ഒന്ന് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളിത് മിക്സ് ചെയ്യുന്നില്ല. ഇനി ഒരു തേങ്ങാക്കൂട്ട് ചെറു തീയിൽ ആവിയിലിരുന്ന് വേവണം. അടച്ചു വെച്ച് 1 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൂട്ടൊക്കെ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഇതൊന്ന് യോജിച്ച് കഴിയുമ്പോൾ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. വളരെ ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അതുപോലെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.